ഹലോ, ഞാൻ ഷെറിൻ ഡേവിസ്. നമ്മൾ എല്ലാ ആളുകളും നമ്മൾ ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്ന ആളുകളാണ്. പലപ്പോഴും നമ്മൾ ലോൺ എടുക്കാൻ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ലോൺ എടുക്കുന്ന എമൗണ്ടിനെ പറ്റിയിട്ട് മാത്രമായിരിക്കും നമ്മൾ ആലോചിക്കുന്നത്. പക്ഷേ അതുകൂടാതെ ബാങ്കിൻ്റെ വേറെ കുറേ കണ്ടീഷൻസും വേറെ കുറേ കാര്യങ്ങളെല്ലാം ആ ലോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് വന്നു ചേരുന്നുണ്ടായിരിക്കും. അതിനെപ്പറ്റി നമ്മളൊക്കെ ചിന്തിക്കാറുണ്ടോ? അപ്പോൾ അങ്ങനെ അറിഞ്ഞിരിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട് ലോണിനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിഷയം. വെൽക്കം ടു അവർ ചാനൽ ദ മണി കോൺട്രറിയൻസ്. നമ്മൾ ലോൺ എടുക്കുമ്പോൾ അതിപ്പോൾ ബാങ്ക് ആയാലും അതുപോലെ തന്നെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളായാലും നമ്മുടെ അടുത്ത് എന്ത് ചെയ്യും, നമ്മൾ കുറേ പേപ്പറുകൾ ആദ്യം തന്നെ നമ്മുടെ അടുത്ത് സൈൻ ചെയ്ത് മേടിക്കും. അപ്പോഴും പലപ്പോഴും നമ്മൾ എന്തെല്ലാം വായിച്ചു നോക്കാനായിട്ട് നമുക്ക് പറ്റണമെന്നില്ല. പക്ഷെ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കും, അല്ലേ? എല്ലാവരും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നാൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഈ സൈൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും. അത് മനസ്സിലാക്കിയാലാണ് നമുക്ക് കുറച്ചും കൂടെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോവുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പിന്നീട് അപ്പോൾ അങ്ങനെയാണോ ഇങ്ങനെയാണോ, കാരണം നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം കുറേ കാര്യങ്ങൾ അതിന് ശേഷം വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം അറിയേണ്ടത് ഈ ലോണിൻ്റെ സർവീസ് ചാർജ് എത്രയാണെന്നതാണ്. ഈ സർവീസ് ചാർജ് നമ്മളോട് മിക്കവാറും ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതില്ലെങ്കിൽ നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇത് ആദ്യം തന്നെ നമ്മുടെ അടുത്ത് നിന്ന് അവർ എടുക്കുന്നതായിരിക്കും. അതാണ് നമ്മുടെ അപ്ഫ്രണ്ടായിട്ട് അവർ എടുക്കും. അതാണ് സർവീസ് ചാർജ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കൊരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ പിന്നെ അത് പ്രിൻറ്റ് ചെയ്യുന്നതിനായിട്ട് അവരൊരു സ്റ്റാമ്പ് ഡ്യൂട്ടി അത് അവരെടുക്കുക. അതായത് സ്റ്റാമ്പ് പേപ്പറിൻ്റെ ചാർജാണ്. നമ്മൾ ഈ ലോണിൻ്റെ ആപ്ലിക്കേഷൻ എടുക്കുന്ന സമയത്ത് സ്റ്റാമ്പ് പേപ്പറിൻ്റെ ചാർജ് അവരെടുക്കുക. അപ്പോൾ അത് എത്രയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബാങ്കിൽ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി അതും നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷേ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഈ കാര്യങ്ങളൊക്കെ. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് റേറ്റ് സാധാരണ എത്രയാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. അത് പിന്നെ എന്ന് പറഞ്ഞാൽ സാധാരണ അത് ബാലൻസ്, അത് ഡിമിനിഷിങ് ബാലൻസിനായിരിക്കും ഇൻട്രസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. അത് ഓരോ മാസം നമ്മൾ അടയ്ക്കുന്ന EMIയിൽ പ്രിൻസിപ്പൽ എമൗണ്ട് കുറച്ചിട്ട് അതിനായിരിക്കും അടുത്ത മാസം ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചോദിക്കുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഫോർക്ലോഷർ ചാർജസ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു 20-30 കൊല്ലത്തേക്ക് ലോൺ എടുത്തു. അപ്പോൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഒരു 2, 3, 4 കൊല്ലം കഴിയുമ്പോൾ അത് നമ്മൾ ക്ലോസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനാണ് ഫോർക്ലോഷർ എന്ന് പറയുന്നത്, നേരത്തെ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പലപ്പോഴും ചാർജ് ഉണ്ടാവും. അതൊരു പക്ഷേ നമ്മൾ ചോദിക്കാറില്ല. അപ്പോൾ ഈ ചാർജ് ഫോർക്ലോഷർ ചാർജസ് ഉണ്ടോ അല്ലെങ്കിൽ അത് എത്രയാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം നമ്മൾ പല ബാങ്കുകളിലെ ലോൺ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഈ ഫോർക്ലോഷർ ചാർജ് സാധാരണ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഇത് ലോണുകൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചാർജാണ് ഈ ഫോർക്ലോഷർ ചാർജ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തുകൊണ്ട് EMI ബൗൺസ് ആവുന്ന ചില സാഹചര്യങ്ങളൊക്കെ നമുക്ക് വരാറുണ്ട്. അപ്പോൾ അതിന് ചാർജസ് എടുക്കുമോ? പിന്നെ അങ്ങനെ ചാർജ് എടുത്താൽ അതായത് ബൗൺസ് ആവുന്ന EMIക്ക് എത്രയാണ് പീനിയൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ബൗൺസ് ചാർജ് എടുക്കുമെങ്കിൽ എത്രയാണ്, പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ആ പീനിയൽ ഇൻട്രസ്റ്റ്, അതായത് ബൗൺസ് ആയ EMIക്ക് വേണ്ടി വരുന്ന പീനിയൽ ഇൻട്രസ്റ്റ്, ഇതും നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഇനി ലോൺ സാധനം കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു സാങ്ഷൻ ലെറ്റർ, അതായത് ബാങ്ക് നമുക്ക് ലോൺ സാങ്ഷൻ ചെയ്തത് എന്തൊക്കെ കണ്ടീഷൻസ് വെച്ചിട്ടാണ്, ഇൻട്രസ്റ്റ് എന്തോരം ഉണ്ട്, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ലെറ്റർ ഉണ്ട്. അതാണ് സാങ്ഷൻ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കോപ്പി നമുക്ക് വേണമെങ്കിൽ ബാങ്കിൽ ചോദിച്ചിട്ട്, മാനേജറോട് ചോദിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു കോപ്പി നമുക്ക് മേടിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ അതിൽ കംപ്ലീറ്റ് ഇൻഫർമേഷൻസും, അതായത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ലോണിനെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഈ സാങ്ഷൻ ലെറ്റർ ഉണ്ടാവും. അപ്പോൾ ലോൺ എടുത്ത് കഴിഞ്ഞാൽ പലരും ഒരുപാട് സംശയങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ ലോൺ എടുക്കുന്നതിന് മുൻപും ലോൺ എടുക്കുന്നതിന് ശേഷവും സുതാര്യമായിട്ട് അത് അടയ്ക്കാനും അത് കംപ്ലീറ്റ് ചെയ്യാനും നിങ്ങളെ ഒരുപാട് സഹായിക്കും. വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിന്നേഴ്സ്. താങ്ക് യു.